ചില വാർത്തകൾ നമുക്ക് വിഷമമുണ്ടാക്കും, എന്നാൽ മറ്റു ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കും. അത്തരത്തിൽ മലയാളക്കരയ്ക്ക് വലിയ സന്തോഷമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഒരു കോടതി വിധിയിലൂടെ നമ്മൾ കേട്ടത്. കെ രമ എന്ന വീട്ടമ്മയുടെ പ്രാർത്ഥനകൾക്ക് ഫലം കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നു. നിരപരാധിയായിട്ടുള്ള ഒരു പച്ച മനുഷ്യനെ തുണ്ടം വെട്ടി 51 വെട്ടുകൾ വെട്ടി ക്രൂരമായി അതിപൈശാചികമായി കൊലപ്പെടുത്തിയ കാപാലികർ പുറത്തിറങ്ങി മാസങ്ങളോളം സ്വൈരം വിഹരിക്കുന്നത് കണ്ട് മനസ്സുരുകിയ ഒരു വീട്ടമ്മ പ്രാർത്ഥിച്ചത് തന്റെ ഭർത്താവിനെ കൊന്ന ആ കാപാലികർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. അവർ ആഗ്രഹിച്ചത് അവരുടെ ജീവൻ ഒരു നിമിഷം കൊണ്ട് എടുക്കണമെന്നല്ല, പക്ഷെ അതിലും വലിയൊരു ശിക്ഷ അവർ ജയിലിൽ കിടന്ന് അനുഭവിക്കണം. അവർ ആഗ്രഹിച്ച വിധം അത്തരത്തിൽ ഒരു സുപ്രധാന വിധിയാണ് ഇന്ന് പുറത്തു വന്നത്. 2 പ്രതികൾക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. നേരത്തെ ഈ കൊലക്കേസിലെ പ്രതികൾ ജയിലിൽ സ്വൈരവിഹാരം നടത്തുന്നതും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ മാഫിയകൾക്ക്, ലഹരി മാഫിയകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ചിലരെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വലിയ ആഘോഷത്തെറുപ്പിലായിരുന്നു. അതുപോലെ തന്നെ വലിയ ഫംഗ്ഷനുകളിൽ, ഡാൻസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ ആ ആഘോഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും പങ്കുവച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആഘോഷിച്ചവരിൽ 1 മുതൽ 5 വരെ പ്രതികൾ, പുറമെ 7ാം പ്രതി, അവർക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ. മാത്രമല്ല 2040 വരെ ഈ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇനിയൊരു പരോളില്ല, ശിക്ഷാ ഇളവുകളില്ല. അത്തരം പരോളോ ശിക്ഷാ ഇളവുകളോ ഉണ്ടാൻ പാടില്ല എന്ന് വിധിന്യായത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ വിധിയുടെ പ്രത്യേകത. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു, അത് സത്യമാണ്. പക്ഷെ അത് ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ് ടി പി കൊല്ലപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഇവർ കൊന്നത്? അത്തരം കുറെ കാര്യങ്ങൾ ചോദ്യങ്ങളായി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്താണ്. ഇവിടെ കൃത്യം നടത്തിയവർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷെ ആ കൃത്യത്തിന് അവരെ പറഞ്ഞുവിട്ടവർ, വാളും വടിവാളും വെട്ടുകത്തിയും കൊടുത്ത് പറഞ്ഞുവിട്ടവർ, അവർ ഇപ്പോഴും അധികാരത്തിന്റെ അപ്പകഷ്ണത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അവർക്ക് കൂടി ശിക്ഷ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൂർണ്ണമായി നീതി നടപ്പിലാകുന്നത്.